കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വമുള്ളതായി തീരട്ടെ. അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിനത്തിൽ ഒരുമിച്ച് ആരാധനാപൂർവം ദൈവസന്നിധിയിലായിരിക്കുവാൻ ദൈവം നമുക്ക് ദാനമായി നൽകിയ അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഈ ദിനത്തിലെ ആരാധന ദൈവം നമ്മുടെ ജീവിതങ്ങളോട് മനസ്സലിയുന്നതും നമുക്കായി പ്രവർത്തിക്കുന്നതുമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് ആരാധനയിലേക്ക് പ്രവേശിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. എന്റെ ബലമായ യഹോവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. യഹോവ എന്റെ ശൈലവും എന്റെ കോട്ടയും എന്റെ രക്ഷകനും എന്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എന്റെ പാറയും എന്റെ പരിചയും എന്റെ രക്ഷയായ കൊമ്പും എന്റെ ഗോപുരവും ആകുന്നു. എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, എന്റെ ദൈവത്തോട് നിലവിളിച്ചു. അവിടുന്ന് തന്റെ മന്ദിരത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു. തിരുമുമ്പിൽ ഞാൻ കഴിച്ച പ്രാർത്ഥന അവിടുത്തെ ചെവിയിൽ എത്തി. അവിടുന്ന് ഉയരത്തിൽ നിന്ന് കൈനീട്ടി എന്നെ പിടിച്ചു, പെരുവെള്ളത്തിൽ നിന്ന് എന്നെ വലിച്ചെടുത്തു. യഹോവ ജീവിക്കുന്നു, അവിടുന്ന് എന്റെ പാറ, അവിടുന്ന് വാഴ്ത്തപ്പെട്ടവൻ. എന്റെ രക്ഷയുടെ ദൈവം ഉന്നതൻ തന്നെ. അവിടുന്ന് എന്റെ ദീപത്തെ കത്തിക്കും. എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അതുകൊണ്ട് യഹോവേ, ഞാൻ ജാതികളുടെ മധ്യേ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. അങ്ങയുടെ നാമത്തെ ഞാൻ കീർത്തിക്കും. അവിടുന്ന് തന്റെ രാജാവിന് മഹാരക്ഷ നൽകുന്നു, തന്റെ അഭിഷിക്തന് ദയ കാണിക്കുന്നു. ദാവീദിനും അവിടുത്തെ സന്തതിക്കും എന്നേക്കും തന്നെ. ദൈവം എന്റെ ദീപത്തെ കത്തിക്കും. എന്റെ ദൈവമായ യഹോവ എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. 23-ാം സങ്കീർത്തനത്തിന്റെ ഒടുവിലത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് പറയാം. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം.
അങ്ങയുടെ നന്മയിനാലും കരുണയിനാലും ഞങ്ങളുടെ ജീവിതങ്ങൾ ഈ ഭൂമിയിൽ ദീർഘായുസോടെ ആയിരിക്കുവാനും അങ്ങയിൽ മാത്രം ചേർന്നിരുന്നു കൊണ്ട് ജീവിതത്തിൽ ദൈവം പകരുന്ന നന്മകൾ ആസ്വദിക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങളോട് മനസ്സറിയുന്ന സ്വർഗത്തിലെ ഞങ്ങളുടെ കർത്താവേ പൊന്നുതമ്പുരാനെ, അങ്ങയുടെ സന്നിധിയിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് ഈ ആരാധനയിൽ ഞങ്ങൾ ആയിരിക്കട്ടെ. അപ്പാ, ഒരു പുതിയ വിശുദ്ധ ദിനം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ദാനമായി നൽകിയ കൃപയ്ക്കായി സ്തോത്രം. അങ്ങയുടെ സന്നിധിയിൽ അങ്ങ് പകരുന്ന പുതുമയുള്ള അനുഭവങ്ങളെ ഈ ആരാധനയിലൂടെ ആസ്വദിക്കുവാനായി ഞങ്ങൾ ആഗ്രഹിക്കുമ്പോൾ, ആരാധനയിൽ ആദിയോടന്തം പരിശുദ്ധ ദൈവമേ, അങ്ങയുടെ ദിവ്യമായ സാമീപ്യം തന്നെ അടിയങ്ങൾ ആസ്വദിക്കുന്നതിന് അങ്ങ് മനസ്സലിഞ്ഞ് സഹായിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. കർത്താവ് ദൈവമേ, കേൾവിക്കാരായി ലോകത്തിന്റെ ദേശത്തിന്റെ വിവിധ കോണുകളിലായിരിക്കുന്ന സകലമാന പേരുടെ മേലും അങ്ങയുടേതായ കൃപ അവിടുന്ന് തന്നെ വലുതായി പകരുന്നതിനായിട്ട് ഞങ്ങൾ നന്ദി കരയറ്റട്ടെ. അങ്ങയിൽ മാത്രം ആശ്രയം വെച്ചുകൊണ്ട് അടിയങ്ങൾ ഒരുമിച്ച് ആരാധനയിൽ പ്രവേശിക്കുകയാണ്. ആരാധ്യനെ അടിയങ്ങളോട് അരുളി ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. ദൈവസന്നിധിയിലായിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ദൈവനാമ സ്തുതിക്കും മഹത്വത്തിനുമായി പാഠ്യപുസ്തകത്തിലെ 261 ഗീതം നമുക്ക് ഒരുമിച്ച് പാടാം. സ്നേഹത്തിൻ ഇടയനാം യേശുവേ എന്ന് തുടങ്ങുന്ന പാഠ്യപുസ്തകത്തിലെ 261 ഗീതം. നമുക്ക് ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്താം. ആരാധനക്രമങ്ങളിൽ പുറം 5 സ്തുതിലിത്താനുകൾ 3 ഭാഗം അതിനായി ഉപയോഗപ്പെടുത്താം. ആരാധനക്രമത്തിൽ പുറം 5 സ്തുതിലിത്താനുകൾ 3 ഭാഗം.
സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശവും ഭൂമിയും അവിടുത്തെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോന്നതനായ കർത്താവേ, അങ്ങേക്ക് മഹത്വമുണ്ടാകട്ടെ. കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനെ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനെ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ബലവാനെ, അങ്ങ് പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവെ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവെ, കൃപ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവെ, ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ, അങ്ങേക്ക് സ്തുതി. സ്രഷ്ടാവേ, അങ്ങേക്ക് സ്തുതി. പാപികളായ അടിയാരോട് കൃപ ചെയ്യുന്ന മശിഹ രാജാവേ, അങ്ങേക്ക് സ്തുതി. ആമേൻ. തിരുവെഴുത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവം നിരസിക്കുകയില്ല. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യ നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവിടത്തോട് സകല അകൃത്യവും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. അനാഥന് തിരുസന്നിധിയിൽ കരുണ ലഭിക്കുന്നുവല്ലോ എന്ന് പറവിൻ. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ അർപ്പിച്ച് പ്രിയരെ, ഒരുമിച്ച് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ ശാന്തമായി അടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ജീവിതത്തിൽ സംഭവിച്ചു പോയതായ കുറവുകൾ, അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് അനവധി, അറിയാതെ ചെയ്തതും നമ്മെ വേട്ടയാടുന്നു. അറിവുള്ള വ്യക്തിയായി നീ ചെയ്തതും അറിവില്ലാത്ത വ്യക്തിയായി നീ ചെയ്തതും. പാപം ജീവിതത്തെ കാർന്നു തിന്നുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടിരിക്കുമ്പോൾ, കരുണയുള്ള കർത്താവേ, അടിയനോട് മനസ്സലിയണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരായിട്ട് നമുക്ക് മാറ്റപ്പെടാം. അപ്പ കുറവുള്ള വ്യക്തിയാണ്, അടിയനോട് മനസ്സലിയണമേ. കുറവുള്ള വ്യക്തിയാണ്, അടിയനോട് മനസ്സലിയണമേ. ജീവിതത്തിൽ ചുമന്നു പോരുന്ന പാപത്തിന്റെ ചുമടിനെ ദൈവസന്നിധിയിൽ ഇറക്കി വെക്കുകയാണ്. അവയിൽ നിന്നും അടിയന് മോചനം നൽകണമേ. അങ്ങയുടെ രക്തത്താൽ കഴുകി വെടിപ്പാക്കണമേ. ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരായിട്ട് നമുക്ക് മാറ്റപ്പെടാം. ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരായിട്ട് നമുക്ക് മാറ്റപ്പെടാം. രക്താംബരം പോൽ കഠിനമായ കാറയെല്ലാം കഴുകുമവൻ. രക്താംബരം പോൽ കഠിനമായ കാറയെല്ലാം കഴുകുമവൻ. എന്റെ പാപം പോക്കി എന്നെ ശോഭയാർന്ന സൃഷ്ടിയാക്കുമേ.
എന്റെ പാപം പോക്കി എന്നെ ശോഭയാർന്ന സൃഷ്ടിയാക്കുമേ. അവൻ നടത്തുന്ന വഴികളും കരുതുന്ന വിധങ്ങളും അനന്യവും അവർണ്യവുമേ. അവൻ നടത്തുന്ന വഴികളും കരുതുന്ന വിധങ്ങളും അനന്യവും അവർണ്യവുമേ. ഒരു നാളും പിരിയാത്ത നല്ല സഖിയായി എന്റെ യേശു അരികിലുണ്ട്. എന്നെ തളരാതെ കരം തന്നു നയിച്ചിടുവാൻ മതിയായ ബലവാനവൻ. കുറവുകളെ ഉണർന്ന് ഞാൻ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നുവെന്ന് ദൈവസന്നിധിയില് ഉറപ്പോടെ പറഞ്ഞ് പ്രാർത്ഥനയുടെ ഭാഗത്തിലൂടെ സഞ്ചരിക്കാം. ആരാധനക്രമത്തിൽ 13-ാം പുറത്തിലെ പ്രാർത്ഥനയുടെ ഭാഗം. എപ്പോഴും കരുണയുണ്ടാകുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന ദൈവമേ, ഞങ്ങളുടെ താഴ്മയുള്ള അപേക്ഷകൾ ചെവിക്കൊള്ളണമേ. ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങൾ കൊണ്ട് ബന്ധിക്കപ്പെട്ടവരാകുന്നു. എങ്കിലും അവിടുത്തെ മഹാകരുണ കൊണ്ട് അവയിൽ നിന്നും ഞങ്ങളെ അഴിച്ചുവിടണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവിടുന്ന് നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവലോകത്തിന്റെ പാപത്തിനും തന്നെ. എന്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു. നിന്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയുമില്ല എന്ന് യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപമോചനവും മാപ്പും ജീവിതം പുതുക്കുന്നതിനുള്ള അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ പരിപാലിക്കുമാറാകട്ടെ. ആമേൻ. വൻക്രിയയിൽ നടന്നു കർത്തനന്റെ, ഞാനവന്റെ. താൻ വിളിച്ചു, ഞാൻ പിഞ്ചെന്നു സ്വീകരിച്ചു തൻ ശബ്ദത്തെ. ഭാഗ്യനാൾ ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത നാൾ. കാത്തു പ്രാർത്ഥിക്കാറാക്കിയതാൻ, ആർത്തു ഘോഷിക്കാറാക്കിയതാൻ. ഭാഗ്യനാൾ ഭാഗ്യനാൾ, യേശു എൻ പാപം തീർത്ത നാൾ. കർത്തൃസന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ പരിപൂർണമായി ഏറ്റുപറഞ്ഞു എങ്കിൽ അവിടുന്ന് ക്ഷമിച്ചു എന്ന് ഉറപ്പായി വിശ്വസിക്കാം. ആ ദൈവത്തിന് നമുക്ക് സ്തോത്രം കരയേറ്റാം. കഴിഞ്ഞ നിമിഷം വരെയും അതിശയകരമായി സ്വർഗത്തിലെ വലിയ ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചു, കുടുംബത്തെ അനുഗ്രഹിച്ചു, ദേശത്തെ അനുഗ്രഹിച്ചു. പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ അവിടുത്തെ പ്രവൃത്തിയെ അവിടുന്ന് വെളിവാക്കി. ആ ദൈവസന്നിധിയിൽ നന്ദി കരയേറ്റാം. ദൈവം നൽകിയ നന്മകളെ ഒക്കെ ഓർത്ത് ദൈവമേ അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം കരയേറ്റുന്നുവെന്ന് ഹൃദയപൂർവ്വം പറഞ്ഞ് ദൈവിക നന്മയുടെ മധ്യേ മറിയ പാടിയതായ പാട്ട് ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 46 തുടങ്ങി രേഖപ്പെടുത്തിയിട്ടുള്ളത് ഒരുമിച്ച് നമുക്ക് ഉരുവിടാം. ആരാധനക്രമത്തിൽ പുറം 18 എന്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധം തന്നെ.
അവിടുത്തെ ഭയപ്പെടുന്നവർക്ക് തന്റെ കരുണ തലമുറ തലമുറയോളം ഇരിക്കുന്നു. തന്റെ ഭുജം കൊണ്ട് അവിടുന്ന് ബലം പ്രവർത്തിച്ച് ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. പ്രഭുക്കന്മാരെ സിംഹാസനങ്ങൾ നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു. വിശന്നിരിക്കുന്നവരെ നന്മകളാൽ നിറച്ച് സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രായേലിനെ തുണച്ചിരിക്കുന്നു. ആമേൻ, ആമേൻ. ഈ ദിവസത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള പാഠഭാഗത്തിന്റെ വായനയിലേക്ക് പ്രവേശിക്കാം. ലേഖന പാഠഭാഗമായി വായിച്ചു കേൾപ്പിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1 തുടങ്ങി 5 വരെയുള്ള വാക്യങ്ങളത്രേ. എഫേസ്യർ 5-ാം അധ്യായം 1 തുടങ്ങി. ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ. ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനയായ വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പിൻ. ദുർനടപ്പും യാതൊരു അശുദ്ധിയും അത്യാഗ്രഹവും നിങ്ങളുടെ ഇടയിൽ പേർ പറക പോലും അരുത്. അങ്ങനെയാകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൽ, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്. സ്തോത്രമത്രേ വേണ്ടത്. ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധിയായ ദ്രവ്യാഗ്രഹി ഇവർക്കാർക്കും ക്രിസ്തുവിന്റെയും ദൈവത്തിന്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഇവിടെ ലേഖന പാഠഭാഗം വായിച്ച് പൂർണ്ണമാകുന്നു. സുവിശേഷ പാഠഭാഗത്തിലേക്ക് മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 13 തുടങ്ങി 16 വരെയുള്ള വാക്യങ്ങൾ അത്രേ. മത്തായി സുവിശേഷം 5-ാം അധ്യായം 13 തുടങ്ങിയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചം ആകുന്നു. മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിപ്പാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിൻ കീഴല്ല തണ്ടിന്മേലത്രേ വയ്ക്കുന്നത്. അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. വായിച്ചു കേട്ടതായ ഈ പാഠഭാഗത്താൽ ദൈവം നമ്മുടെ ജീവിതങ്ങളോട് സംസാരിക്കുമാറാകട്ടെ. ആമേൻ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, പൊന്നു ദൈവമേ, അനുഗ്രഹീതമായ ഈ വിശുദ്ധ ദിനത്തിൽ അങ്ങയുടെ സന്നിധിയിൽ നിന്നും കരുതലിന്റെ ശബ്ദം കേൾക്കുവാനുള്ള വാഞ്ചയോടെ ഞങ്ങൾ ആയിരിക്കുമ്പോൾ ഉൾപ്പൂവുകളെ അറിയുന്ന കർത്താവ് ഞങ്ങളുടെ ജീവിതങ്ങളോട് സംസാരിക്കുകയും തിരുവചനത്താൽ ഞങ്ങളുടെ ജീവിതങ്ങളെ ഉറപ്പിക്കുകയും ചെയ്യണമേ. കർത്താവെ, ഞങ്ങൾ ശ്രവിക്കുന്നത് ഒരുപോലെ 30, 60, 100 മേനി ഫലമുളവാക്കുവാൻ ഹൃദയത്തിൽ അങ്ങ് തന്നെ വചനത്തെ കൊത്തിവയ്ക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. രക്ഷകനിൽ ആശ്രയം വെച്ചായിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം മഹത്വമുള്ളതായി തീരട്ടെ. അനുഗ്രഹീതമായ ഈ ദിനത്തിൽ ദൈവിക വചനത്തിന്റെ ചിന്തയിൽ സന്തോഷത്തോടെ ആയിരിക്കുവാൻ ദൈവം നമുക്ക് ദാനമായി നൽകിയ ഈ ദിനത്തിനായി ഒരു വട്ടം കൂടെ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. പ്രിയരെ, നമ്മുടെ ജീവിതങ്ങളിൽ ദൈവികമായ നന്മ സമർത്ഥമാക്കപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 2017 വർഷം ഏപ്രിൽ 10 നമ്മൾ വസിക്കുന്നതായ തലസ്ഥാന നഗരം
ഞെട്ടലോടെയുള്ള ഒരു വാർത്തയിനാലാണ് ഉറക്കം എഴുന്നേറ്റത്. തിരുവനന്തപുരത്തിന്റെ കേന്ദ്രഭാഗത്ത് കാടൽ ജീസൺ രാജ എന്ന് പറയുന്ന MBBS വിദ്യാർത്ഥിയായിരുന്ന് അതുപേക്ഷിച്ച് സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് തിരിഞ്ഞതായ സഹോദരൻ, അവൻ സ്വായത്തമാക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ള പ്രത്യേക ജീവിത ശൈലിയിലൂടെ പിതാവിനെയും മാതാവിനെയും സഹോദരിയെയും അവരുടെ ശരീരങ്ങൾ പല കഷണങ്ങളാക്കി പെട്രോൾ ഒഴിച്ച് ബാത്റൂമിൽ കത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ബന്ധുവായിരുന്ന മറ്റൊരു സ്ത്രീയുടെ ശരീരവും ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ് പെട്രോൾ ഒഴിച്ച് കത്തിച്ചിരിക്കുകയാണ്. ലോകം വിറങ്ങലടിച്ച് കേട്ടുനിന്നതായ വാർത്ത. തന്റെ ചിന്തയിൽ ഉരുത്തിരിഞ്ഞതായ പുതിയ ജീവിത സരണി തന്റെ മക്കൾക്ക്, തന്റെ മാതാപിതാക്കൾക്ക് ഒരുപക്ഷെ ജീവിതത്തിൽ പുതുമയുള്ള അനുഭവങ്ങൾ നൽകുമെന്നൊക്കെ മനസ്സിനെ വ്യത്യസ്തമായി പറഞ്ഞു പഠിപ്പിച്ചതായ ശൈലി, അതിന് അന്ധകാര ആരാധനയെന്നോ നിരാശയിലെ പ്രതികാരമെന്നോ ഒക്കെ നമുക്ക് പേര് നൽകി വിളിക്കുവാനായി സാധിക്കുമെങ്കിലും ക്രൈസ്തവ സമൂഹത്തിലൊക്കെ നിലനിൽക്കേണ്ടതായ അന്തസ്സത്ത നഷ്ടമായി ശൂന്യതയുടെ പുതിയ വാർത്തകൾ മാത്രം കേൾക്കുന്ന ഒരു വസ്തുതയായി ആ കാര്യാദികൾ മാറ്റപ്പെടുകയാണ്. ഗുണവിശേഷങ്ങളുടെ മൂല്യതാ ബോധ്യത്തിലേക്ക് തിരിച്ചു വരിക എന്നുള്ള അർത്ഥം, അതാണ് ഈ ദിനത്തിലെ ചിന്തകൾക്ക് ഒരൽപ്പം കൂടെ വ്യാപ്തി നൽകുന്നത് എന്ന് ഉറപ്പിച്ച് പറയട്ടെ. ഗുണപരമായ മൂല്യതാബോധ്യത്തിലേക്ക് ക്രൈസ്തവൻ തിരിച്ചു വരിക എന്നുള്ള അർത്ഥത്തിൽ, ഏതൊരു മനുഷ്യനും തിരിച്ചു വരിക എന്നുള്ള അർത്ഥത്തിൽ സഭയായി ഈ ദിനം ചിന്തിക്കുന്നു. ദൈവജനം ഉപ്പും വെളിച്ചവും, പീപ്പിൾ ഓഫ് ഗോഡ് സോൾട്ട് ആൻഡ് ലൈറ്റ്. ദൈവജനം ഉപ്പും വെളിച്ചവും. ദൈവജനം ഇസ്രായേലിയരെ ദൈവബന്ധത്തിൽ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന പദങ്ങളിൽ ഏറ്റവും മെച്ചമായ പദമെന്ന് ആ പദത്തെ പറഞ്ഞ് പരിചയപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ന്യായാധിപന്മാർ 2:2 2 ശമൂവേൽ 14:13 തുല്യമായ പദത്തെ നമുക്ക് കാണുവാനായി സാധിക്കും. ദ പീപ്പിൾ ഓഫ് ദ ലോർഡ്, ചിൽഡ്രൻ ഓഫ് ഇസ്രായേൽ എന്നൊക്കെ അതിന് വകഭേദങ്ങൾ ഉണ്ടും എന്നും ഓർമ്മപ്പെടുത്തട്ടെ. ആദ്യമായി ദൈവജനം എന്നുള്ള ആശയം വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് പുറപ്പാട് പുസ്തകം 6:7 ഫറവോന്റെ സന്നിധിയിലേക്ക് കടന്നുപോയി ഒന്നാമത്തെ യാത്ര ഒരു പരിധിവരെ പരാജയമായിരുന്ന തിരിച്ചു വരുന്ന മോശയെയും അഹരോനെയും ഉറപ്പിക്കുന്നതിന് വേണ്ടി ദൈവം സംഭാഷിക്കുന്നതായ ഇടത്തിലാണ്. മോശയോട് 10 അടയാളങ്ങൾ ഇസ്രായേലിനായി നൽകുകയും മിസ്രയീമ്യരുടെ അടിമത്വത്തിൽ നിന്നും ആ ബാധയിലൂടെ വിടുവിക്കുമെന്നൊക്കെ ഓർമ്മപ്പെടുത്തുന്നതായ ഇടത്തിന് തൊട്ടു മുമ്പായി തുല്യ വിവരണം നമുക്ക് കാണുവാനായി സാധിക്കും. അതേ തുടർന്ന് വേദപുസ്തകത്തിൽ ആകമാനം ദൈവം തന്റേതായ കൃപയിനാൽ വിടുവിക്കുന്ന തന്റെ പ്രിയരെ കുറിച്ച് വ്യത്യസ്ത തലങ്ങളിൽ വിവരിച്ചിരിക്കുന്നത് വിശുദ്ധ വേദപുസ്തകത്തിന്റെ വായനയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവജനം വേദപുസ്തക പശ്ചാത്തലത്തെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമത്തിൽ ദൈവത്തോടൊപ്പം സഞ്ചരിക്കുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്തതായ ജനം ആയിരുന്നു. പുതിയ നിയമത്തിന്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുമ്പോ എബ്രായ ലേഖനം 4:9, 11:25, വെളിപാട് പുസ്തകം 21:3, 2 കൊരിന്ത്യർ 6:16 ഇവിടെയൊക്കെയും ദൈവജനം എന്ന പദത്തെയും, അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ ആകമാനം ദൈവത്തിന്റെ ജനതയെ വീണ്ടെടുക്കുവാൻ വന്ന സ്വർഗത്തിലെ വലിയവനായ ക്രിസ്തുവിന്റെ, യേശു ക്രിസ്തുവിന്റെ
അത്ഭുത പ്രവർത്തനങ്ങളെക്കുറിച്ചും യാഗത്തെക്കുറിച്ചും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതായ വസ്തുതകളെക്കുറിച്ചും വിവരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ചുരുക്കം പറയട്ടെ, പുതിയ നിയമത്തിലായാലും പഴയ നിയമത്തിലായാലും ദൈവികമായ ചിന്തയുടെ ഏറ്റവും അടുത്ത ഘടകമായി ദൈവം സ്നേഹിക്കുന്ന തന്റെ ജനത്തെ ചേർത്ത് പിടിക്കുമ്പോഴൊക്കെ ദൈവജനത എന്നുള്ള വസ്തുത സംജാതമാകുന്നത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ചിന്തയിൽ ഇനി ശ്രദ്ധിക്കുന്നത് ഉപ്പും വെളിച്ചവും എന്നുള്ളതായ പദങ്ങളാണ്. ഉപ്പ് എന്നുള്ള പദം ഏതാണ്ട് 40ഓളം പ്രാവശ്യം വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എബ്രായ പദം മെല എന്നും ഗ്രീക്ക് പദം ഹലസ് എന്നുമാണ്. ചാവുകടലിനെ അതിന്റെ മറ്റൊരു പേരായിട്ട് വേദപുസ്തകം നമ്മെ പരിചയപ്പെടുത്തുന്നത് ഉപ്പുകടൽ എന്നുള്ള രീതിയിലാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം സാധാരണയായ വസ്തുവായിരുന്നു ഈ ഉപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ യാഗത്തിന് വേണ്ടിയായാലും യെശയ്യാ പ്രവചന പുസ്തകം 30:24 തുടങ്ങിയുള്ള വാക്യങ്ങളിൽ, ഇയ്യോബ് 6:6 രുചിക്ക് വേണ്ടിയിട്ടായാലും, മർക്കോസ് സുവിശേഷം 9:49, കൊലോസിയർ 4:6 സംരക്ഷണത്തിനായി, വിശുദ്ധ ഉപയോഗത്തിനായി, വീണ്ടും ലേവ്യ പുസ്തകം 2:13, എസ്ര 6:10, കൂട്ടായ്മയെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി സംഖ്യാപുസ്തകം 18:19, 2 ദിനവൃത്താന്തം 13:5, നമ്മൾ വായിച്ചു കേട്ട ഭാഗം മത്തായി 5:13 വളത്തിനായി ഉപയോഗിക്കുന്ന ക്രമം, രോഗാണുവിനെ നശിപ്പിക്കുവാനായി യെഹെസ്കേൽ 16:4, ഇങ്ങനെയൊക്കെ ഉപ്പിനെ കുറിച്ചുള്ള വിവരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു ഉദാഹരണം കൂടെ ഉണ്ടായിരുന്നു. സോൾജിയർ എന്ന് പറയുന്നതായ പദത്തിന്റെ ഉൽപ്പത്തിയുമായി ബന്ധപ്പെട്ട് ആദ്യകാലത്ത് പട്ടാളക്കാർക്ക് അല്ലെങ്കിൽ സോൾജിയേഴ്സ് എന്ന് പറയുന്ന കൂട്ടത്തിന് ഉപ്പ് ശമ്പളമായി ലഭിച്ചിരുന്നവർ എന്നുള്ള അർത്ഥത്തിലാണ് ആ നാമകരണം ചെയ്യപ്പെട്ടത് എന്ന് ചരിത്രത്തിലൂടെ വായിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. പ്രിയരെ, ഓർമ്മിപ്പിച്ച് പറയട്ടെ, സാധാരണയായ വസ്തുവായി ഇസ്രായേലിലെ ജനതയ്ക്ക് സുപരിചിതമായ, യഹൂദന്മാർക്ക് സുപരിചിതമായ വസ്തുതയായിരുന്നു ഉപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത് ഇന്നത്തെ ചിന്തയിൽ നമ്മെ പഠിപ്പിക്കുന്നത് വെളിച്ചം എന്നുള്ള പദമാണ്. വേദപുസ്തകത്തിൽ 177 അധികം പ്രാവശ്യം ഈ വെളിച്ചം എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുള്ള എബ്രായ പദം ഓർ എന്നും ഗ്രീക്ക് പദം ഫോസ് എന്നുമാണ്. മനുഷ്യനെയും മറ്റ് ജീവികളെയും സൃഷ്ടിക്കുന്നതിന് മുമ്പേ ദൈവം സൃഷ്ടിച്ചതാണ് വെളിച്ചം. ഉൽപ്പത്തി പുസ്തകം 1:3 വാക്യം നമ്മെ അത് ഓർമ്മപ്പെടുത്തുന്നു. വിശുദ്ധിയുടെയും നിർമ്മലതയുടെയും പ്രതീകമായി സദൃശവാക്യങ്ങൾ 6:23 യെശയ്യാ പ്രവചന പുസ്തകം 5:20 ഈ വെളിച്ചം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമ്മൾ ഇന്ന് വായിച്ചു കേൾക്കുന്നതായ സുവിശേഷ പാഠഭാഗം മത്തായി സുവിശേഷം അതിന്റെ 5, 6, 7 അധ്യായങ്ങൾ ഗിരിപ്രഭാഷണ പരമ്പരയുമായി ബന്ധപ്പെട്ടതാണ്. ക്രിസ്തുവിന്റെ അരികിലേക്ക് ഒരു കൂട്ടം പേര് കടന്നു വരുമ്പോ അവരുടെ ജീവിതങ്ങളോട് ക്രിസ്തു സംസാരിക്കുന്ന ഏറ്റവും മെച്ചമായ പഠിപ്പീരുകളായിട്ട് ഗിരിപ്രഭാഷണ പരമ്പരയെ വിശദീകരിക്കുന്നത് വേദപുസ്തകത്തിന്റെ വായനയിലൂടെ കടന്നു പോകുന്നവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ ക്രിസ്തു വിവരിക്കുമ്പോ ഈ 2 പദങ്ങളെയും, ഉപ്പിനെയും വെളിച്ചത്തിനെയും, തന്റെ മുമ്പിലായിരിക്കുന്ന വ്യക്തികളുടെ മുമ്പിലേക്ക് ഒന്നുകൂടെ പരിചയപ്പെടുത്തി കർത്താവ് സംസാരിക്കുന്നത് വേദപുസ്തകത്തിന്റെ വിവരണങ്ങളിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്നതായ പ്രിയരെ, ഈ ദിനത്തിന്റെ ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ 2 കാര്യങ്ങൾ ആ മേഖലയിൽ നിന്നും പറയട്ടെ. ഒന്നാമത്തേത്, ദൈവജനം എന്ന് പറയുന്നത് കാരമുള്ള ഉപ്പാണ്. ദൈവജനം എന്ന് പറയുന്നത് കാരമുള്ള ഉപ്പാണ്. വിശുദ്ധ വേദപുസ്തകം ഉപ്പുമായി ബന്ധപ്പെട്ട 1-2 വസ്തുതകൾ കൂടെ പറയുന്നത് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരട്ടെ. യാഗത്തിന് അവശ്യ വസ്തുവാണ്. ഭക്ഷണത്തിൽ ഒഴിവാക്കുവാൻ കഴിയാത്തതായ വസ്തുവാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സമൂഹത്തിന്റെ മധ്യത്തിൽ അതിശ്രേഷ്ഠമായ കലവറകൾ ഈ ഉപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. ചാവുകടലിനെയും സോദോം മലയെയും ഒക്കെ
ഉപ്പിന്റെ വസ്തുതകളുമായി ബന്ധപ്പെട്ട് ഇവര് സുഭിക്ഷത അനുഭവിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചതായി ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അനേകം ഗുണവിശേഷങ്ങൾ ഉപ്പിന് ഉണ്ട് എങ്കിലും വേദപുസ്തകം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാരമില്ലാതായി പോയാൽ ഉപ്പിന്റെ സ്വഭാവത്തിന് യാതൊരു പ്രയോജനവുമില്ല, അത് നശിപ്പിക്കപ്പെടേണ്ടതായ വസ്തുവായിട്ട് മാറും. ഓർമ്മപ്പെടുത്തട്ടെ, കാരമുള്ള ഉപ്പായി ഉപ്പ് നിലനിൽക്കുമ്പോഴാണ് അത് ഉപയോഗമുള്ള വസ്തുവായി മാറ്റപ്പെടുന്നത്. ഉപ്പിന് കാരം നഷ്ടപ്പെട്ടാൽ, കർത്താവ് ഈ ഒരു ഉപമ പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക വസ്തുത കൂടെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവരണം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. യഹൂദന്മാരുടെ ചിന്ത അനുസരിച്ച് വീടുകൾക്ക് പുറത്തായിട്ടാണ് സാധാരണ ഭക്ഷണപാകം ചെയ്യുന്നതിനുള്ള അടുപ്പുകൾ അവര് നിർമ്മിക്കുന്നത്. കല്ലിൽ നിർമ്മിക്കുന്നതായ അടുപ്പിന് താഴെ തറയോട് പോലെ ഓട് പാകുന്നതായ പതിവ് ഉണ്ടായിരുന്നു. ഈ ഓട് പാകുന്നതിനും ഈ തറയുടെ ഇടയിലുമായിട്ട് കട്ടിയിൽ ഉപ്പ് വിധിക്കുന്ന പതിവുണ്ട്. എത്രത്തോളം ലഭിക്കുമോ ആ രീതിയിലൊക്കെ ഉപ്പ് വിതറുന്നതായ പതിവുണ്ട്. ചൂട് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അവര് ആ വസ്തുത ചെയ്യുന്നത്. കുറെ കാലം കഴിയുമ്പോൾ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പഴയതുപോലെയുള്ള ചൂട് നിലനിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കുന്നതായ സമയത്ത് ഇവര് ഈ അടുപ്പിനെ പൊളിക്കുകയും ഈ പ്രയോജനമില്ലാതിരിക്കുന്നതായ ഉപ്പിനെ, കാരമില്ലാതിരിക്കുന്നതായ ഉപ്പിനെ എടുത്തേതെങ്കിലും മേഖലയിൽ കളയും, പുറത്തേക്ക് കളയും. കടന്നു പോകുന്നവരും മറ്റുള്ളവരും ഒക്കെ ചവിട്ടുന്നതിനുള്ള വസ്തുവായിട്ട് മാത്രം ഈ പറയുന്നതായ ഉപ്പ് മാറ്റപ്പെടും. ഓർമ്മപ്പെടുത്തട്ടെ, ഉപയോഗകരമായ സാഹചര്യത്തിൽ നിന്നും ഉപയോഗശൂന്യമായ വ്യവസ്ഥയിലേക്ക് ഉപ്പ് മാറ്റപ്പെടുകയാണ്. കാരമില്ലാത്ത ഉപ്പിനെ സംബന്ധിച്ചിടത്തോളം പിന്നീട് സംഭവിക്കുന്നത് ഉപയോഗകരമല്ലാത്തതായ വസ്തുതകളാണ്. ഓർമ്മപ്പെടുത്തിയല്ലോ, പുറത്ത് കളയുന്നതായ സാഹചര്യം, മറ്റുള്ളവർ ചവിട്ടുന്നതായ സാഹചര്യം, ആർക്കും പ്രയോജനമില്ലാതെ മണ്ണിൽ മറയേണ്ടതായ സാധ്യതകൾ ആ മേഖലയിൽ നിന്ന് നമുക്ക് പഠിച്ച് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നെ കേൾക്കുന്നതായ പ്രിയരെ, ഈ ദിനത്തിലെ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ കാരമുള്ള ഉപ്പുകളുടെ വസ്തുതകളായി നമ്മുടെ ജീവിതങ്ങളൊക്കെ മാറ്റപ്പെടേണ്ടത് ആവശ്യമാണ് എന്ന് ആവർത്തിച്ച് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഉപ്പ് ഒരു മനുഷ്യന് ഈ പറയുന്ന ഗണത്തിലും അതിന്റെ സ്വഭാവ ഗണത്തിലും മനസ്സിലാക്കണമെങ്കിൽ അതിന് കാരം ഉറപ്പായും ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. വീട്ടിലേക്ക് അച്ചാറിടുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പ് നമ്മൾ ക്രമീകരിക്കുന്നുവെന്ന് വിചാരിക്കുക. ആഗ്രഹിക്കുന്നത് പോലെ ആ ഉപ്പ് പ്രയോജനം ചെയ്തില്ല എങ്കിൽ നിശ്ചയമായും കവറോട് തൂക്കിയെടുത്ത് നമ്മൾ പുറത്തെറിയും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. എന്നെ കേൾക്കുന്നതായ പ്രിയരെ, ജീവിതങ്ങൾ ഉള്ളിൽ ഉപ്പ് നിറഞ്ഞ അനുഭവത്തിലൂടെ മറ്റുള്ളവർക്ക് ആസ്വാദ്യകരമാക്കി തീർക്കണമെന്ന് ഗിരിപ്രഭാഷണ പരമ്പരയിലൂടെ കർത്താവ് അന്ന് തന്റെ മുമ്പിലായിരുന്ന ജനതയോട് ആവശ്യപ്പെട്ടു. ഇന്ന് നമ്മളോട് ഓരോരുത്തരോടും അവിടുന്ന് ആവശ്യപ്പെടുകയാണ്. കാരം നിലനിൽക്കുന്ന ഉപ്പുകളായി വർത്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈ അടുത്ത കാലത്ത് കണ്ടതായ വീഡിയോയില് ഒരുപാട് സ്പർശിച്ചതായ ഒരു വീഡിയോ ഇപ്രകാരമുള്ളതായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഈ കോപ്പ അമേരിക്ക ഫുട്ബോൾ മത്സരം പൂർണ്ണമാവുകയാണ്. ഒരു ഭാഗത്ത് ഒരു ടീമിന്റെ ഉജ്ജ്വലമായ വിജയ ആഘോഷം നടക്കുകയാണ്. മറുഭാഗത്ത് കപ്പിനും ചുണ്ടിനും ഇടയിൽ ഈ സകലതും നഷ്ടമായല്ലോ എന്നുള്ള രീതിയിൽ നഷ്ടമായിരിക്കുന്ന ഒരു ടീമിന്റെ ക്യാപ്റ്റൻ, പേരുകളൊക്കെ നമുക്ക് സുപരിചിതമാണ്. വിജയിച്ച ടീമിന്റെ ക്യാപ്റ്റനായ ലയണൽ മെസ്സി കടന്നുപോയി പരാജയപ്പെട്ട ടീമിന്റെ ക്യാപ്റ്റനായ നെയ്മറിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചില നിമിഷങ്ങൾ നിൽക്കുന്നതായ ചിത്രമുണ്ട്. സ്വാഭാവികമായിട്ടും അങ്ങനെയൊന്നും സംഭവിക്കണമെന്ന് നിശ്ചയമില്ലാത്ത ഒരു കാലഘട്ടമാണ്. മറ്റുള്ളവരെ ആശ്ലേഷിപ്പിക്കണമെന്നോ കണ്ണുനീര് തുടയ്ക്കണമെന്നോ അങ്ങനെ ഒന്നും ചിന്തിക്കാത്ത കാലഘട്ടത്തിൽ ലോകത്തിന് മുമ്പിൽ തന്നെ വലിയൊരു സാക്ഷികളായി അവരുടെ ജീവിതങ്ങൾ മാറ്റപ്പെടുന്നത് നമ്മളൊക്കെ നോക്കി കണ്ടിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നെ കേൾക്കുന്നതായ പ്രിയരെ, ഈ ദിനത്തിലെ ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ കാരമുള്ള ഉപ്പിന്റെ സ്വഭാവത്തെ മറ്റുള്ളവരുടെ മുമ്പാകെ ശരിയാവണ്ണം
പ്രദർശിപ്പിക്കുവാൻ നമ്മുടെ ജീവിതങ്ങളിലൂടെ സ്വർഗത്തിലെ വലിയവനായ ദൈവം സഹായിക്കട്ടെ. രണ്ടാമത്തെ ചിന്തയിലേക്ക്, ദൈവജനം തണ്ടിന്മേലുള്ള വെളിച്ചമാണ്. ദൈവജനം തണ്ടിന്മേലുള്ള വെളിച്ചമാണ്. ഉപ്പിനെ കുറിച്ച് അതിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട വസ്തുതകളൊക്കെ പരിചയപ്പെടുത്തിയതിനു ശേഷം കർത്താവ് തന്റെ മുമ്പിലായിരിക്കുന്ന വ്യക്തികളെ നോക്കി പറയുകയാണ്, നിങ്ങൾ എല്ലാവരും തണ്ടിന്മേലുള്ള വെളിച്ചമായി മാറ്റപ്പെടണം എന്ന്, ലോകത്തിന്റെ വെളിച്ചമായി മാറ്റപ്പെടണം എന്ന്. ലോകത്തിൽ എല്ലാവരും കാണപ്പെടേണ്ടതായ വെളിച്ചം. എന്നാൽ കർത്താവ് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വെളിച്ചത്തിനും ക്രമം കെട്ടതായ സാധ്യതയിലൂടെ കടന്നു പോകേണ്ടതായി വരുന്നു. അത് തണ്ടിന്മീതെ ഇരുന്ന് എല്ലാവർക്കും ആ വെളിച്ചത്തിലേക്കുള്ള ആകർഷണീയത നൽകുന്നതിന് പകരം പറയുടെ അടിയിലായി കെട്ടുപോകേണ്ട സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത്. വെളിച്ചം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. എന്നാൽ വെളിച്ചം അതിന്റെ പ്രയോജനത്തിലേക്ക് കടന്നു വരുമ്പോൾ ക്രിസ്തു തന്നെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, നിങ്ങളിലെ വെളിച്ചം വീടിനുള്ള വെളിച്ചമായി മാറ്റപ്പെടും. പിന്നെയും അവിടുന്ന് പറയുന്നുണ്ട്, ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന ജ്വലിക്കുന്ന പ്രകാശമായി നിങ്ങളുടെ പ്രകാശം ലോകത്തിൽ മറ്റുള്ളവർക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയരെ, ക്രമം കെട്ട അവസ്ഥയിൽ നിന്നും മാറ്റപ്പെട്ട് തണ്ടിന്മേലുള്ള ശരിയായ വെളിച്ചമായി നമ്മുടെ ജീവിതമാകുന്ന വെളിച്ചങ്ങൾ നിലനിൽക്കുവാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നത് നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കട്ടെ. എപ്പോഴും പറയാറുണ്ട്, വെളിച്ചത്തിന് ഒരുപാട് വിശേഷതകൾ ഉണ്ട് എങ്കിലും വെളിച്ചത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇരുട്ടി നിറഞ്ഞ മേഖലകളിൽ വെളിച്ചം എവിടെ ഉണ്ടോ അവിടേക്ക് കാഴ്ചയുള്ളവൻ ഉറപ്പായും നോക്കും. ഇരുട്ട് നിറഞ്ഞ മേഖലയിൽ വെളിച്ചം എവിടെയുണ്ടോ അവിടേക്ക് നിശ്ചയമായും കാഴ്ചയുള്ളവൻ നോക്കുക തന്നെ ചെയ്യും. ചിന്തിക്കുക, നമ്മളൊക്കെ വെളിച്ചങ്ങൾ എന്ന് പറയുവാൻ, ആ പേര് പറഞ്ഞ് അഹങ്കരിക്കുവാൻ ആഗ്രഹിക്കുന്നതാണ്. അന്ധകാരത്തിലായിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി നമ്മളാകുന്ന വെളിച്ചത്തിലേക്ക് നോക്കുന്നുണ്ടോ? ചെറിയ മിന്നാമിനുങ്ങ് പോലും ഒരു നുള്ള് വെളിച്ചം സന്തോഷത്തോടെ പാറിപ്പറന്ന് നമുക്ക് നൽകുന്നുണ്ട്. നമ്മിലെ വെളിച്ചം മറ്റുള്ളവരുടെ മേല് തണ്ടിലെ വെളിച്ചമായി, ഉയരത്തിൽ വച്ചിരിക്കുന്ന വെളിച്ചമായി, മറ്റുള്ളവർ ശരിയാവണ്ണം കാണുന്ന വെളിച്ചമായി ഒരു രൂപാന്തരത്തിലൂടെ ക്രിസ്തു കരങ്ങളിൽ നിന്നും പ്രഭാപൂരിതമാക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എല്ലാവരുടെയും ഉള്ളില് വെളിച്ചമുണ്ട്, പക്ഷേ കനല് പോലെ ആയിരിക്കുകയാണ്. ചാരത്തിന് അടുത്താണ്. ചാരമായി പോയാൽ പിന്നെ വെളിച്ചത്തിന് സാധ്യതയില്ലാത്ത ഇടമാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ജീവിതങ്ങളെ ഒരല്പം കൂടെ വെളിച്ചമായി ക്രിസ്തു കരങ്ങളിൽ ഏൽപ്പിച്ച് ജ്വലിക്കുന്ന വെളിച്ചങ്ങളായി മാറ്റുവാൻ ഈ പകലിൽ സധൈര്യം ഞാൻ ആവശ്യപ്പെടുകയാണ്. ചില വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ഒരു കുഞ്ഞു വീഡിയോ, നായിക് ഫൗണ്ടേഷന്റെ ഷെയർ കെയർ ജോയ് എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന വീഡിയോ ആണ്. കഴിയുമെങ്കിൽ കാണുന്നത് നല്ലതായിരിക്കും. വെറും 1 മിനിറ്റും 57 സെക്കൻഡും കൊണ്ട് വലിയ വസ്തുതകൾ നമ്മോട് സംസാരിക്കുന്നുണ്ട്. 4-5 വയസ്സ്, അതിനിടയ്ക്ക് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയുടെ കഥ. അത് ഇപ്രകാരമാണ്. ഒരു കുഞ്ഞ് ഒരു മേഖലയിലായിരിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് അവനൊരു 50 രൂപ നോട്ട് ലഭിക്കുകയാണ്. ആ നോട്ട് അവൻ തന്റെ പോക്കറ്റിൽ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം ഗ്രാമത്തിന്റെ പ്രധാന മേഖലയിലേക്ക് കടന്നു പോവുകയാണ്. പിന്നീടുള്ള കാഴ്ചകൾ ഇപ്രകാരമാണ്. അവന് ഭക്ഷണങ്ങൾ വിൽക്കുന്നതായ ഇടത്ത് അവന്റെ കണ്ണ് ചെന്ന് ഉടക്കുന്നുണ്ട്. കളിപ്പാട്ടങ്ങളുടെ ഇടയ്ക്ക് അവന്റെ കണ്ണ് ചെന്ന് ഉടക്കുന്നുണ്ട്.
ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശൈശവത്തിൽ എന്തൊക്കെ ആഗ്രഹമായി തീരാമോ അവയിലൊക്കെ അവന്റെ കണ്ണ് ചെന്ന് മുടക്കുന്നുണ്ട്. അവൻ ഓരോ കാഴ്ച കണ്ടതിന് ശേഷവും പാക്കറ്റിലൊന്ന് അമർത്തിപ്പിടിക്കുന്നുണ്ട്. ഇതല്ല ഇതിലും മെച്ചമായത് തന്റെ കരത്തില് തുക കൊണ്ട് തനിക്ക് ചെയ്യണമെന്നുള്ള അർത്ഥത്തിനാണ്. അപ്രതീക്ഷിതമായിട്ട് അവനൊരു ശബ്ദം കേൾക്കുകയാണ്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒരു വൃദ്ധ നടത്തുന്നതായ ചായക്കടയിലേക്ക് കളിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങള് തട്ടിത്തെറിപ്പിച്ചതായ പന്ത് വന്ന് വീണ് കുറെ ഗ്ലാസുകൾ വീണ് ഉടയുന്നതായ ശബ്ദം. അമ്മ ഈ കുഞ്ഞുങ്ങളിലേക്ക് നോക്കുകയാണ്. കുഞ്ഞുങ്ങൾ പേടിയോടുകൂടെ ഈ ബോളിന് തിരിച്ചു കിട്ടുമോ എന്നുള്ള ചിന്തയിൽ നിൽക്കുമ്പോൾ ഒരു പുഞ്ചിരിയോടുകൂടെ ആ അമ്മ ബോള് മടക്കി ഏൽപ്പിക്കുകയാണ്. അതിനുശേഷം അതേ ചിരിയോടുകൂടെ തന്നെ താഴെ വീണ് കിടക്കുന്നതായ കുപ്പിച്ചില്ലുകളൊക്കെ വാരി മറ്റൊരു മേഖലയിലേക്ക് കളഞ്ഞു വരുമ്പോൾ പൊട്ടിത്തകർന്നതായ ആ ഗ്ലാസുകൾ എവിടെ നിന്നാണോ താഴേക്ക് വീണത് അവിടെ പുതുമയുള്ള ഗ്ലാസുകൾ ഇരിക്കുകയാണ്. മുന്നമേ പറഞ്ഞതായ കുഞ്ഞ് തന്റെ കരത്തിൽ നിന്ന് കാശെടുത്ത് ഈ അമ്മയ്ക്ക് വേണ്ടി ആ ഗ്ലാസുകൾ വാങ്ങി അവിടെ കൊടുത്തിട്ട് പാടിക്കൊണ്ട് ഭവനത്തിലേക്ക് കടന്നു പോവുകയാണ്. എത്ര ആസ്വാദ്യകരമായ കാഴ്ച! പ്രിയരെ, കാഴ്ചകൾ ഒരുപാട് നിറഞ്ഞു നിൽക്കുന്നതായ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതങ്ങൾ ആ പിഞ്ചു ബാലകനെ പോലെ വെളിച്ചമായി നിൽക്കുവാൻ, വെളിച്ചമായി തുടരുവാൻ സ്വർഗത്തിലെ വലിയവനായ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കിടാറായ അവസ്ഥയിൽ നിന്നും, പറയുടെ കീഴിലായിരുന്ന് ആർക്കും പ്രയോജനമില്ലാത്ത അവസ്ഥയിൽ നിന്നും ഒരു എഴുന്നേൽപ്പ്, ഒരു ഉയർത്തെഴുന്നേൽപ്പായിട്ട് സംഭവിക്കട്ടെ. കാലമില്ലാത്ത അവസ്ഥയിൽ നിന്നും ഏത് നിമിഷമില്ലാതെ ചവിട്ട് പറ്റാമെന്നുള്ള തരത്തിൽ കാലമില്ലാത്ത സാഹചര്യത്തിലേക്ക് നീങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് തിരിച്ചു വന്ന് ദൈവമേ എന്നിൽ അവിടുന്ന് കാലത്തിന്റെ പുതിയ വസ്തുതകളെ വർഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറ്റപ്പെടാം. ഒരു പുതിയ ചിന്തയോടുകൂടെ, രൂപാന്തര ഭാവത്തോടുകൂടെ ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, ഞാൻ കാലമുള്ള ഒരു വ്യക്തിയാണ്, ഞാൻ ദൈവത്തിന്റെ പൈതലാണ്, എന്നിലെ വെളിച്ചം അനേകർക്ക് വെളിച്ചമായി അനുഭവിക്കുന്നതിന് ഞാൻ എന്നെ ഏൽപ്പിക്കുകയാണ്. പുതിയ തീരുമാനത്തോടുകൂടെ നമുക്ക് മുന്നേറാം. അങ്ങനെയെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ, ആദ്യം പറഞ്ഞു തുടങ്ങിയ വസ്തുതയുണ്ടല്ലോ, അത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്നും നമ്മുടെ കുടുംബങ്ങളെയും തലമുറകളെയും സന്തോഷത്തോടെ നമുക്ക് സംരക്ഷിക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മുടെ ജീവിതങ്ങളെ സഹായിക്കട്ടെ, അനുഗ്രഹിച്ച് ഉപയോഗപ്പെടുത്തട്ടെ. കണ്ണുകളെ അടയ്ക്കാം, ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആയിരിക്കുന്ന ഇടങ്ങളിൽ ജീവിതത്തെ പരിപൂർണമായും ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥനയ്ക്കായി ചില നിമിഷങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം. കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മൾ ചേരുകയാണ്. കേട്ട വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ പ്രേരണ ഉളവാക്കുകയാണ്. കാലമില്ലാത്ത സാഹചര്യങ്ങളിൽ നിന്നും ക്രിസ്തുവോട് ചേർന്നിരുന്ന് കാലമുള്ളവരായി മാറുവാനും ജ്വാലകെട്ട വെളിച്ചത്തിന്റെ സാഹചര്യങ്ങളിൽ നിന്നും ജ്വാലയുള്ള വെളിച്ചങ്ങളായി, ലോകത്തിന്റെ വെളിച്ചങ്ങളായി തന്നെ ശോഭിക്കുവാനും. ക്രിസ്തുവേ, അങ്ങയുടെ മകൻ, മകൾ അവിടുത്തെ ജനമെന്ന് അഹങ്കരിക്കുമ്പോൾ അങ്ങേക്ക് വേണ്ടി ശരിയായി പണിയപ്പെടുവാൻ എന്നെ അങ്ങ് സഹായിക്കണമെന്ന് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സന്നിധിയിൽ പരിപൂർണമായും നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് അങ്ങ് അടിയനോട് സംസാരിച്ചതിനായിട്ട് നന്ദി, അടിയനെ രൂപാന്തരപ്പെടുത്തിയതിനായിട്ട് നന്ദി.
ദൈവകരങ്ങളിൽ അഭയം പ്രാപിക്കുന്നവരായിട്ട് മാറ്റപ്പെടാം. തുടർന്ന് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ഉള്ളിലെ പ്രാർത്ഥനാ വിഷയങ്ങളെ ഉടയവനോട് ഉര ചെയ്യുന്നതായ നിമിഷങ്ങൾ. ഉള്ളിൽ നിന്നും ഉഴൽച്ചകളെ അവിടുത്തെ സന്നിധിയിൽ ഉരുവിടുന്നവരായി നമുക്ക് മാറ്റപ്പെടാം. അപ്പ ജീവിതം മുമ്പിലേക്ക് ഇനി എങ്ങനെ എന്ന് ചിന്തിക്കുന്ന നിമിഷങ്ങളിലാണ്. അവിടുന്ന് അടിയന്റെ ജീവിതത്തെ പണിയണമേ. വ്യക്തിപരമായി തളർന്നവളാണ്, തകർന്നവനാണ്. ദൈവമേ, അടിയന്റെ ജീവിതത്തോട് മനസ്സലിയണമേ. കർത്താവേ, കുടുംബത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കുടുംബ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കാരമുള്ള കുടുംബം, തെളിച്ചമുള്ള വെളിച്ചമുള്ള കുടുംബം, കർത്താവെ, അത്തരത്തിൽ തുടരപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിട്ട് നമുക്ക് മാറാം. തിരുവെഴുത്ത് പറയുന്നുവല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കിൽ വരുവിൻ എന്ന്. ഈ പകലിൽ ക്രിസ്തു അത് നമ്മോട് പറയുന്നത് ചെവി കൊണ്ടല്ല, ഹൃദയം കൊണ്ട് കേൾക്കുന്നവരായിട്ട് മാറ്റപ്പെടാം. ഹൃദയത്തിലെ ഭാരത്തെ ദൈവസന്നിധിയിൽ ഇറക്കി വെച്ച്, ദൈവമേ, അടിയനോട് മനസ്സറിയണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയരെ, പ്രാർത്ഥനാ വിഷയങ്ങൾ ഏത് തന്നെ ആയിരുന്നാലും സകലത്തെയും ദൈവസന്നിധിയിൽ അർപ്പിച്ച്, സകലത്തെയും ദൈവത്തോട് പറഞ്ഞ്, ഒരു പിതാവിനോട് മകൻ സംസാരിക്കുന്നത് പോലെ, മാതാവിനോട് മകൾ സംസാരിക്കുന്നത് പോലെ അല്ല, സുഹൃത്തുക്കൾ തമ്മിൽ സംസാരിക്കുന്നത് പോലെ നല്ല ദൈവത്തോട് നമുക്ക് സംസാരിക്കാം. കഴിഞ്ഞ ദിനങ്ങൾ നോക്കി ചിന്തിക്കുക. ആപത്തിന്റെ കഠിന കയങ്ങളിൽ നിന്നും അവിടെ നമ്മളെ കരകയറ്റിയില്ലേ? ആ ദൈവം എത്ര വലിയവനാണ്. തകർച്ചയുടെ വലിയ മേഖലകളിൽ നിന്നും അവിടുന്ന് നമ്മെ കരകയറ്റിയില്ലേ? ആ ദൈവം എത്ര വലിയവനാണ്. ആ തിരിച്ചറിവോടുകൂടെ ദൈവസന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നവരായിട്ട് നമുക്ക് മാറ്റപ്പെടാം. പ്രാർത്ഥനാ വിഷയങ്ങൾ ഏത് തന്നെയായാലും ദൈവസന്നിധിയിൽ അർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇരുൾ നമ്മെ മൂടിയിടുമ്പോൾ ലോക വെളിച്ചമയവനണയും. രോഗികൾ ആയിടുമ്പോൾ സൗഖ്യദായകനവൻ കരുതും. അവനാലയത്തിൽ സ്വർഗ നന്മകളാൽ നമ്മെ നിറച്ചിടും അനുദിനവും. അവനാലയത്തിൽ സ്വർഗ നന്മകളാൽ നമ്മെ നിറച്ചിടും അനുദിനവും. കണ്ണുനീർ താഴ്വരകൾ ജീവജല നദിയാക്കുമവൻ. ലോകത്തിൻ ചങ്ങലകൾ മണിവീണയായി തീർക്കുമവൻ. സിയോൻ
സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ സ്നേഹക്കോടിക്കീഴിൽ നയിക്കുമവൻ. സിയോൻ യാത്രയതിൽ മോക്ഷമാർഗമതിൽ സ്നേഹക്കോടിക്കീഴിൽ നയിക്കുമവൻ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം മറക്കുന്നവൻ, പുതുജീവനെന്നിൽ പകരുന്നവൻ. യേശു 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 ആരിലും വലിയവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. യേശു യേശു അവനാരിലും മതിയായവൻ. ഞങ്ങളുടെ സൃഷ്ടികർത്താവും ഞങ്ങളുടെ പരിപാലകനുമായിരിക്കുന്ന കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവം ഞങ്ങൾ ഒരുമിച്ച് ചേരുന്നതായ ഈ നിമിഷങ്ങൾ, സ്വർഗത്തിൽ അധിവസിക്കുന്ന കർത്താവേ, ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായുള്ളവേ, അങ്ങയുടെ ദാസരെ കൈവിടില്ല എന്ന് ഉറപ്പ് നൽകിയ കർത്താവേ, അങ്ങയുടെ ദാസരെ ഉപേക്ഷിക്കുകയില്ല എന്ന് ഉറപ്പ് നൽകിയ കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരികയാണ്. ഞങ്ങളുടെ ജീവിതങ്ങൾ കാരമുള്ള ഉപ്പായും തെളിച്ചമുള്ള വെളിച്ചങ്ങളായും നിലകൊള്ളുവാൻ പൊന്നു തമ്പുരാനെ അങ്ങ് മനസ്സരിഞ്ഞ് സഹായിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളെ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങൾ അത് കഠിനമായതാണ്, മല പോലെ ഉള്ളതാണ്. ജീവിതത്തെ ഇനി അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് ചിന്തിപ്പിക്കുന്നതാണ്. പലപ്പോഴും ഞങ്ങളെ അവിശ്വാസികളാക്കുന്നതാണ്. കർത്താവെ, ഈ പകലിൽ അവിടുന്ന് ഞങ്ങളുടെ ജീവിതങ്ങളോട് മനസ്സരിയുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. കഠിനമെന്ന് ഞങ്ങൾ ചിന്തിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേല് കർത്താവെ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതങ്ങളുടെ മേൽ ഇറങ്ങി നടക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വന്ന് മകനെ, മകളെ, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്ന കൃപയ്ക്കായി, ഞങ്ങളുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തുന്ന കൃപകൾക്കായി, ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കുന്ന കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രമപ്പ. അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ അങ്ങയെ കാണുകയാണ്, ഞങ്ങൾ അവിടത്തോട് സംഭാഷിക്കുകയാണ്. അങ്ങ് ഞങ്ങളുടെ ജീവിതങ്ങളെ സ്പർശിക്കുന്നത് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. അങ്ങ് ഞങ്ങളോട് മനസ്സറിയുന്നത് ഞങ്ങൾ പരിപൂർണമായും അറിയുകയാണ്. പൊന്നു തമ്പുരാനെ, അങ്ങേക്ക് സ്തോത്രമപ്പ. 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 അങ്ങയിൽ മാത്രം ആശ്രയം വെച്ച് അടിയങ്ങൾ സധൈര്യം മുന്നിലേക്ക് പോകട്ടെ. അടിയങ്ങളുടെ ജീവിതങ്ങൾ സന്തോഷത്തോടെ മുമ്പിലേക്ക് നയിക്കട്ടെ. പൊന്നു തിരുമേനിയെ, അവിടുന്ന് ശക്തമായി ഞങ്ങളുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അവിടുന്ന് ശക്തമായി ഞങ്ങളുടെ ജീവിതങ്ങളോട് മനസ്സലിയുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. അവിടുന്ന് ശക്തമായി ഞങ്ങളുടെ ജീവിതങ്ങളെ സ്പർശിച്ച് ബലപ്പെടുത്തുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോട് സ്തോത്രം. അങ്ങിലൂടെ മുന്നേറുന്നവരായിട്ട് ഞങ്ങൾ മാറട്ടെ. അങ്ങിലൂടെ തുടരുന്നവരായിട്ട് ഞങ്ങൾ മാറട്ടെ. സഭകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വലിയ വേലകളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, ലോകത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ദേശത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കൃപയിനാൽ സകലരെ അവിടെ തന്നെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഠിന നിരാശയുടെ മധ്യത്തിലൂടെ കടന്നു പോകുന്നവർക്ക് പ്രത്യാശ അവിടുന്ന് പകരുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. കഠിന രോഗത്തിലൂടെ കടന്നു പോകുന്നവർക്ക്
സൗഖ്യത്തെ അവിടുന്ന് പകരുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ജീവിതത്തിൽ ഇനി മുമ്പോട്ടില്ല എന്ന് ചിന്തിക്കുന്നതായ അനേകരുടെ ജീവിതങ്ങളുടെ മേൽ അങ്ങൊപ്പമായിരുന്ന പുതുവഴികളെ തുറന്നു നൽകുന്നതിനായിട്ട് സ്തോത്രം. കർത്താവേ, അങ്ങയിൽ മാത്രം അടിയങ്ങൾ ആശ്രയം വെച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടെ ആയിരിക്കുകയാണ്. ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിനായിട്ട് നന്ദിയപ്പാ, ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിനായിട്ട് നന്ദിയപ്പാ. ഞങ്ങളുടെ ചെറു പൈതങ്ങൾക്കായിട്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആയുസ്സോടെ, ആരോഗ്യത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ മുതിർന്നു വരുവാൻ അവിടുന്ന് സഹായിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം അപ്പാ. കർത്താവ് ദൈവമേ, ഞങ്ങളുടെ മുതിർന്ന മക്കൾക്കായി, ഞങ്ങളുടെ കൗമാരക്കാർക്കായി, ഞങ്ങളുടെ യൗവനക്കാർക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ജീവിതങ്ങളോട് സ്വർഗത്തിലെ വലിയ ദൈവം അനുഗ്രഹിച്ച് മനസ്സലിയുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം അപ്പാ. കർത്താവ് ദൈവമേ, ഞങ്ങൾ പരിപൂർണമായി ദൈവത്തിന്റെ സന്നിധിയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ മധ്യവയസ്കരെ അർപ്പിക്കുകയാണ്. ഏവരെയും അവിടെ നിന്ന് സംരക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം. വാർദ്ധക്യത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കളെ അവിടെ നിന്ന് അനുഗ്രഹിച്ച ബലപ്പെടുത്തുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. കർത്താവെ, വിവിധ ആവശ്യ ഭാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിദേശത്തായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ, വിദൂരങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയർ, അവരെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപജീവന മേഖലകൾ നന്മയായിരിക്കട്ടെ, പഠന മേഖലകൾ നന്മയായിരിക്കട്ടെ, കുടുംബജീവിതം അനുഗ്രഹമായിരിക്കട്ടെ. ദൈവമായ കർത്താവെ, ഇടതടവില്ലാതെ ദൈവിക നന്മ ഇനിയും ആസ്വദിക്കുവാൻ അങ്ങ് മനസ്സലിയുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രമപ്പ. അങ്ങയിൽ മാത്രം ഞങ്ങൾ സധൈര്യം മുന്നേറുന്നവരായിട്ട് മാറട്ടെ. അങ്ങയിൽ മാത്രം ഞങ്ങൾ സധൈര്യം മുന്നേറുന്നവരായിട്ട് കർത്താവെ, ഒരു വട്ടം കൂടെ അങ്ങ് ഞങ്ങളെ തൊട്ടെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന അനേകരുടെ മേല് ഈ പകലിൽ ആണിപ്പഴുതുള്ള കരത്തിന്റെ സ്പർശനം അവിടെ നിന്ന് പകരുന്നതിനായി, അവസ്ഥകളെ മാറ്റുന്ന ദൈവത്തിന്റെ വലിയ സാമീപ്യം അങ്ങ് അവരുടെ ജീവിതങ്ങളോട് മനസ്സലിഞ്ഞ് പകരുന്നതിനായി, അകവും പുറവും ശക്തീകരിക്കുന്നതിനായി, അകവും പുറവും ബലപ്പെടുത്തുന്നതിനായി, അകവും പുറവും പുതുബലത്തിനാൽ എഴുന്നേൽപ്പിക്കുന്നതിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. കർത്താവ് അവരുടെ ജീവിതങ്ങളോട് അനവരതം അനുഗ്രഹത്തെ വർഷിപ്പിച്ചതിനായിട്ട് നിങ്ങൾ നന്ദി കരയേറ്റുകയാണ്. എപ്പോഴും എല്ലാവരോടും കൂടെ ഇരുന്ന് അവിടെ നിന്ന് തുടർന്നും അനുഗ്രഹിച്ചു കൊള്ളണമേ എന്ന് യാചിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥനയ്ക്ക് നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. ഒരുമിച്ച് ആരാധിക്കുവാൻ നൽകിയ അവസരത്തിനായിട്ട് സ്തോത്രം. അപ്പാ, എല്ലാവരെയും അവിടെ നിന്ന് കാത്തുകൊള്ളണമേ. ഈ വലിയ മഹാമാരിയുടെ കാലഘട്ടത്തിൽ, മൂന്നാം തരംഗം ആരംഭിച്ചെന്നും മറ്റുമൊക്കെ പറഞ്ഞു കേൾക്കുന്നതായ ഈ കാലഘട്ടത്തിൽ കർത്താവെ, ഞങ്ങൾക്ക് സംരക്ഷകനായി, ഞങ്ങളെ കരുതുന്ന ദൈവമായി, ആയുസിന്റെ പരിപാലകനായി അവിടെ നിന്ന് അനുഗ്രഹിച്ച് വഴി നടത്തുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ആശുപത്രി കിടക്കകളുടെ സാഹചര്യങ്ങളെ അനേകരുടെ ജീവിതത്തിൽ നിന്ന് അവിടെ നിന്ന് മാറ്റി വിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. അങ്ങ് തന്നെ കാത്തുകൊള്ളണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുയിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളുടെ പരീക്ഷയിൽ കിടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും ദൈവത്തിനുള്ളതല്ലോ. ആമേൻ, ആമേൻ. അപ്പൊ അതുപോലെ ഒരു പ്രത്യേക ഗാനം കൂടെ നമുക്ക് ശ്രവിക്കാം. അതിനുശേഷം നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. Pare
സമാധാനത്തോടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും പ്രിയരെ നമ്മോടും ജീവിതങ്ങളോടും ഒപ്പമിരുന്ന് അവിടുത്തെ രക്തവളപ്പിൽ നമ്മെ കാത്ത് അനുഗ്രഹിച്ച് ആവശ്യങ്ങളിൽ കൂടെ ഇരുന്ന് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. നമ്മുടെ ജീവിതയാത്രകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഏത് മേഖലകളിലായാലും ഗവൺമെന്റ് നൽകുന്നതായ നിർദ്ദേശങ്ങൾ എപ്പോഴും സന്തോഷത്തോടുകൂടെ ഉൾക്കൊള്ളുക. ദൈവം ജീവിതയാത്രയെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവെച്ച് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ സ്ക്രീനിന്റെ കോണിൽ കാണുന്ന 9400625335 എന്നുള്ള നമ്പറിലേക്ക് വിളിക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ, അതിശക്തമായി സന്തോഷത്തോടെ വഴി നിർത്തുമാറാകട്ടെ.